ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം, എല്ലാവിധ ലോണുകളും അടയ്ക്കേണ്ടതായ ദിവസം, എത്ര പൈസ കരുതിയിരുന്നവർക്കും അല്പം ആശങ്കകൾ വരുന്ന ദിവസമാണ്. എന്നിരുന്നാൽ പോലും ആ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ആ ഒരു ആർജവം വന്നു ചേരും. അപ്പം തീർച്ചയായിട്ടും ആ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവട്ടെ. മാത്രവുമല്ല, 31/3/2025 എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മൈത്രേയ മുഹൂർത്തം, മാർച്ച് മാസത്തിലെ അവസാനത്തെ മൈത്രേയ മുഹൂർത്തത്തിൻ്റെ ദിവസമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പായി അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം തീരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ്. എല്ലാവിധ പ്രാർത്ഥനകൾക്കും ഫലം തരുന്ന ദിവസമാണ്. അശ്വതി എന്ന് പറയുമ്പോൾ മീനത്തിലെ അശ്വതി കൊടുങ്ങല്ലൂർ വളരെ വിശേഷമുള്ള ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ച്, കുടുംബ പരദേവതയെ പ്രാർത്ഥിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് മേടം രാശിയും മേട ലഗ്നവും വരുന്ന 31/3/2025 8 മണി 8:30 മുതൽ 9:30 വരെയുള്ള സമയം കഴിയുന്നതും അവനവൻ്റെ ആവശ്യം ഒരു പേപ്പറിൽ എഴുതി ആ ദിവസം നമ്മളുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും, ഒരു വർഷത്തിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസമായതുകൊണ്ട് എല്ലാ കണക്കുകളും ശരിയായി സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം തീർക്കാൻ ഈ മൈത്രേയ മുഹൂർത്ത ദിവസം സാധിക്കട്ടെ. അടുത്ത സാമ്പത്തിക വർഷം ഏറ്റവും ശോഭനമായി തീരട്ടെ. പ്രതിസന്ധികളെല്ലാം തീരാൻ കുടുംബ പരദേവതയുടെയും ഗണപതി ഭഗവാന്റെയും രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ, അല്ലെങ്കിൽ ഏത് പേപ്പറിലായാലും 8:30 മുതൽ 9:30 വരെയുള്ള സമയം മേടരാശി മേടലഗ്നം വരുന്ന, മേടലഗ്നവും മേടരാശിയും 9:30 വരെയേ ഉള്ളൂ. 8:30 മുതൽ 9:30 വരെയുള്ള സമയം, അത് 7:30 തുടങ്ങുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 8-നും 9-നും ഇടയ്ക്കുള്ള സമയം എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. കഴിയുന്നതും ആ മുഹൂർത്തത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എഴുതി സൂക്ഷിക്കൂ. എല്ലാം മൈത്രേയ മുഹൂർത്തം മിത്രത വരുത്തുന്ന, എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന ദിവസമാണ്, സമയമാണ്. ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്താം. മീനത്തിലെ അശ്വതി വളരെ നല്ല കൊടുങ്ങല്ലൂർ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹം വരുന്ന ദിവസമാണ്. അപ്പം അമ്മയുടെ അനുഗ്രഹം തിങ്കളാഴ്ചയാണ്. ഈ ദിവസം കൂടുതൽ ശോഭനമായി തീരുവാനായി എല്ലാവരും പ്രയത്നിക്കുക. ഉത്തരായന കാലത്തിലെ വസന്ത ഋതുവിലെ തൃതീയ ശുക്ലപക്ഷ തൃതീയയും, അതുപോലെ തന്നെ 1200 മീനം 17-ാം തീയതിയാണ്. ശുക്ലപക്ഷ തൃതീയ എന്ന് പറയുമ്പോൾ തന്നെ വളരെ, തൃതീയ എപ്പോഴും നല്ല ഒരു തിഥിയാണ്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ദുർഗാദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം സൂര്യോദയം വന്നിരിക്കുന്നത് 6:26 AM-നും സൂര്യാസ്തമനം വന്നിരിക്കുന്നത് 6:32 PM-നും രാഹുകാലം 7:56 മുതൽ 9:27 വരെയും, ഗുളികകാലം 1:59 മുതൽ 3:30 വരെയും, യമകണ്ഠകാലം 10:58 മുതൽ 12:29 വരെയും, അഭിജിത്ത് മുഹൂർത്തം 12:05 മുതൽ 12:27 വരെയും, 12:31 മുതൽ 12:53 വരെയുമാണ്. ചന്ദ്രാഷ്ടമം കന്നിരാശിക്കാർക്കാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ദിവസം, ഈ മാർച്ച് മാസത്തിലെ അവസാന മൈത്രേയ മുഹൂർത്തം, അതുപോലെ ഈ ശുഭദിനം എല്ലാവിധ സൗഭാഗ്യങ്ങളും കൂടി ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ വെളുപ്പോ ക്രീം നിറത്തിലോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട്, കഴിയുന്നത് മുത്തൊക്കെ ഉള്ളവർക്ക് മുത്തൊക്കെ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമായ സാഹചര്യം നൽകും. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ 27 നക്ഷത്രക്കാർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാശിചക്രത്തിലേക്ക് കടക്കാം.
മീനൻ രാശിയിലാണ്. സൂര്യൻ മീനൻ രാശിയിൽ, ചന്ദ്രൻ ഇടവൻ രാശിയിൽ, ചൊവ്വ മിഥുനൻ രാശിയിൽ, ഗുരു ഇടവത്തിൽ, മിഥുനത്തിൽ ബുധൻ, മിഥുനത്തിൽ ശുക്രൻ, മിഥുനത്തിൽ മന്ദൻ, അതുപോലെ തന്നെ സർപ്പിയും മിഥുനത്തിൽ തന്നെ. ഗുളികോദയമാവട്ടെ കർക്കിടകം രാശി, ഉദയം വരുന്നത് മീനം രാശിയിലാണ്. അപ്പോൾ 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം, ഈ തിങ്കളാഴ്ച ദിവസം മാർച്ച് 31/3/2025 27 നക്ഷത്രക്കാർക്കും ദുർഗാദേവിയുടെ അനുഗ്രഹം എത്രത്തോളം ഉണ്ടാകും, ആ അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഏതെല്ലാം ദേവതകളോടെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അറിവ് നമുക്ക് പങ്കുവയ്ക്കാം. മേടൻ രാശിക്കാർക്ക് വിവാഹ ആലോചനകൾ വന്നു ചേരുന്ന ദിവസമാണ്. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും നല്ല സമയമാണ്. ഏറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മനോവിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ ഒഴിവാക്കുവാനാവും. വഴക്ക്, കുടുംബ കലഹം, അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിക്കിട്ടുന്ന ദിവസമാണ്. മനോവിഷമങ്ങൾ കുറഞ്ഞു കിട്ടും. അതുപോലെ കുടുംബ സമാധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ പരസ്പരം ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ദിവസമാണ്. ശുഭകാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹമുണ്ടാകുന്ന ദിവസമാണ്. കാവുതീണ്ടലൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുക. അമ്മയുടെ രൂപം മനസ്സിൽ ദർശിച്ചുകൊണ്ട് ഇത്രയും മുഹൂർത്തത്തിൽ ദീപം തെളിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം അമ്മയെ പ്രാർത്ഥിക്കുക. പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടന്നു കിട്ടുവാനായി ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടും കൂടി പ്രാർത്ഥിക്കുക. വിവാഹം ആഗ്രഹിക്കുന്നവരെല്ലാം ആ വിവാഹ തടസ്സങ്ങളെല്ലാം മാറി കുടുംബ സമാധാനം നിലനിർത്തുന്നതിനായി ശിവഭഗവാനെയും പാർവതീദേവിയെയും പ്രാർത്ഥിച്ച് ഉമാമഹേശ്വര പൂജയിലൊക്കെ പങ്കുചേർന്ന് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കൂ. എല്ലാ നന്മകളും വന്നു ചേരും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉല്ലാസ യാത്രകൾ സംഘടിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. കുടുംബത്തിലെ കുട്ടികൾക്ക് അവധിക്കാലമായതുകൊണ്ട് ലീവൊക്കെ ഉള്ളവർക്ക് ലീവ് എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത, ലീവൊക്കെ എടുത്ത് യാത്ര ചെയ്യുവാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ബോട്ടിങ്ങിനൊക്കെ പോകാനുള്ള സാഹചര്യം വന്നു ചേരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. സന്തോഷം നൽകുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്ന ദിവസമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകും. കായിക മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തിക പുരോഗതിയും ആരോഗ്യ പീഡകളിൽ നിന്നുള്ള ആശ്വാസവും ഉണ്ടാകും. സ്ഥാനക്കയറ്റം വന്നു ചേരും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി തീരുന്ന സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ മാനം വന്നു ചേരുന്ന ദിവസമാണ്. വസ്ത്രവും സ്വർണവും ആഭരണങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. കോപത്തെ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. സഹോദരസ്ഥാനീയരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ വരാമെങ്കിലും വഞ്ചനയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഗ്രഹത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ശിവഭഗവാന് പിൻവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, സൂര്യ ഗായത്രി ജപിക്കുന്നത്, ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ശോഭനമായി തീരും. മൈത്രേയ മുഹൂർത്തത്തിൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ആവശ്യങ്ങൾ എഴുതി സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
ബന്ധുമിത്രാദികളെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കളത്രവുമായി അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. മനോമിഷവും സാമ്പത്തിക നഷ്ടമൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. എന്ത് കാര്യത്തിലും ഒരു ഭയം വന്നു ചേരും. ഇനി കേസൊക്കെ പ്രതികൂല സാഹചര്യത്തിലാവുമോ, ജപ്തി ഭീഷണിയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക വന്നു ചേരാം. ഏർപ്പെടുന്നതിലെല്ലാം വിജയം വന്നു ചേരുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാനെ ശ്രീരാമസ്വാമിയും ഹരേ രാമ ജപിക്കുന്നത്, ഓം നമ ശിവായ ജപിക്കുന്നത്, അതുപോലെ തന്നെ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നത്, കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിക്കുന്നത്, ഇതെല്ലാം അപകട സാധ്യതകൾ ഒഴിഞ്ഞ് കിട്ടുന്നതിന് സഹായകമാകും. ബന്ധുമിത്രാദികളുമായി കലഹങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ സുഖത്തിൽ അമിതമായി സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ അമിതമായി ദുഃഖിക്കുകയും കോപാകുലരാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പല കാര്യങ്ങളിലും വിഘ്നങ്ങൾ വന്നു ചേരും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. സാമൂഹികവും സാമ്പത്തികവുമായ ഗുണങ്ങൾ വന്നു ചേരുന്നതിന് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തുളസിമാല വെച്ച അമ്മയ്ക്ക് ഒരു ചെത്തിപ്പൂവെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം മംഗളമായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദ്രവ്യലാഭവും സന്തോഷവും ഉണ്ടാകും, ആദരവുണ്ടാവും. എവിടെ നിന്നെങ്കിലുമൊക്കെ ഔദ്യോഗിക രംഗത്ത് ആദരവും ഉദ്യോഗ കയറ്റത്തിനുമൊക്കെയുള്ള സാധ്യത വന്നു ചേരുന്നു. സാമ്പത്തികമായ ഉയർച്ചയും കീർത്തിയും ഉണ്ടാകും. വരവും ചെലവും പൊരുത്തപ്പെട്ടു കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വഞ്ചനകളിൽ പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഗൂഢപ്രവൃത്തികളിൽ ആകർഷിക്കാതിരിക്കുക. രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിന് പിറകെ പോയി സമയം പാഴാക്കരുത്. സ്ഥാനചലനം വരുവാനുള്ള സാധ്യതയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കും. അന്യദേശ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കും അഭിവൃദ്ധി വന്നു ചേരും. ഐശ്വര്യം ഉണ്ടാവുന്ന ദിവസമാണ്. വഞ്ചനയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനോദുഃഖം ഇണയുമായി പങ്കുവയ്ക്കുക. ശിവഭഗവാന് ജലധാരനായി കഴിക്കുന്നതും അമ്മയെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും, ദുർഗാദേവിയുടെ അനുഗ്രഹം, രാശിനാഥയായ അമ്മയുടെ അനുഗ്രഹം, കുടുംബ പരദേവതയുടെ അനുഗ്രഹം, നാഗദേവതകളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് പ്രാർത്ഥനകൾ ചെയ്യൂ. ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്പം മാറിക്കിട്ടും. സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. ഇണയുമായി കലഹിക്കുവാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. സന്താനങ്ങളുടെ സൽകീർത്തി മൂലം മനസ്സിന് സന്തോഷവും സമാധാനവും വന്നു ചേരും. ഉല്ലാസയാത്രകൾക്ക് അവസരം വന്നു ചേരും. മറ്റുള്ളവരുമായി രമ്യതയിൽ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ശത്രുക്കളുടെ മേൽ വിജയം വന്നെത്തും. വീണ്ടും വിചാരമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ മൂലം അവനവന് തന്നെയുള്ള കുഴി അവനവൻ തന്നെ കുഴിക്കുന്നതായി തോന്നും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മാതൃ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി കലഹിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. സാമ്പത്തിക നേട്ടം, കുടുംബ സുഹൃത്തുക്കളിൽ നിന്ന് സഹായമൊക്കെ വന്നു ചേരും. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ കഷ്ടതകൾ വരാതിരിക്കുവാൻ അവരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഉമാമഹേശ്വര പൂജയിൽ പങ്കുചേരുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതൊക്കെ ഒരുപാട് സന്തോഷവും സമാധാനവും നൽകും. സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ജീവിതം വളരെ എളുപ്പത്തിൽ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. യാത്രകളിൽ അപകട സാധ്യതകളുണ്ട്. മുൻകരുതലുകൾ എടുക്കുക. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രു കൂടെ തന്നെയുണ്ട് എന്നുള്ളതുകൊണ്ട് വഞ്ചനകളിൽ പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് വയ്ക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ
മൂത്രാശയ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷകളെല്ലാം പൂവണിയുവാനുള്ള സാധ്യതകളുണ്ട്. മനസ്സറിഞ്ഞ് മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിത ധനപ്രാപ്തി ഉണ്ടാകും. ഭൂമി വാങ്ങണമെന്നുള്ള ആഗ്രഹം സഫലീകരിക്കും. ബിസിനസ്സിൽ പുരോഗതി പ്രതീക്ഷിക്കാം. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നു. അത്യാപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതിന് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും നന്നായിരിക്കും. ഓം നമഃ ശിവായ 108 പ്രാവശ്യം മുടങ്ങാതെ ജപിക്കൂ. എല്ലാവിധ കഷ്ടതകളും മാറിക്കിട്ടും. അമ്മയുടെ അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ശോഭനമായി തീരുവാൻ ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിക്കുക. കൊടുങ്ങല്ലൂർ അമ്മയുടെ ദിവ്യരൂപം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്ക് ദീപം തെളിച്ച് മാനസിക പൂജയെങ്കിലും ചെയ്യൂ. എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. തുലാരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന ദിവസമാണ്. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ ഒരുവിധം തീരുമാനങ്ങൾ ഉണ്ടാവും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. മുൻകോപം നിയന്ത്രിക്കുന്നതായിരിക്കും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കർമ്മ മേഖലയിൽ പ്രതിസന്ധികൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപമാനിതരാവാനുള്ള യോഗം കാണുന്നുണ്ട്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം വളരെ നിയന്ത്രിക്കുക. ശത്രുഭയവും ബന്ധുസഹായവും ഒരേപോലെ വന്നു ചേരും. ശത്രുക്കളാൽ ഭയം വന്നു ചേരും. എന്നാൽ ബന്ധുക്കളാൽ സഹായവും പ്രതീക്ഷിക്കുക. യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കും. സർക്കാർ ജീവനക്കാർക്ക് അല്പം ഭീഷണി വരുന്ന ഒരു ദിവസമാണ്. കഴിയുന്നതും നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ കർമ്മരംഗം കൂടുതൽ ശോഭനമായി തീരുവാൻ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാശിനാഥയായ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് ഓം നമഃ ശിവായ ഓം നമോ നാരായണ 108 പ്രാവശ്യം ജപിക്കുന്നത് എല്ലാ തരത്തിലുള്ള കഷ്ടതകളും നിയന്ത്രണത്തിലാക്കുന്നതിന് സാധിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനലബ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് വഴി മറ്റുള്ളവരുടെ സ്നേഹത്തിനും വിശ്വാസത്തിനുമൊക്കെ പാത്രീഭൂതനാകുവാനുള്ള സാഹചര്യം വന്നു ചേരും. സന്താനങ്ങൾക്കും ഇണയ്ക്കും തുണയ്ക്കുമൊക്കെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാമെങ്കിലും എല്ലാം നിയന്ത്രണത്തിലാക്കുന്നതിന് രാശിനാഥയെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. കൊടുങ്ങല്ലൂരമ്മ അതയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അമ്മയ്ക്ക് മനസ്സുകൊണ്ട് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. മൈത്രേയ മുഹൂർത്ത സമയത്ത് ആവശ്യങ്ങൾ എഴുതി സമർപ്പിക്കുക. അതുപോലെ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. സന്താന സൗഭാഗ്യത്തിനായി അവരുടെ കുട്ടികളുടെ പേരിലൊക്കെ പ്രാർത്ഥനകളും അർച്ചനകളും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും. മാതൃ സഹോദരന്മാരുമായിട്ട് കലഹത്തിൽ വരാതിരിക്കാൻ, അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദമുള്ളവർ അവരുടെ പ്രഷർ കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയന്ത്രിച്ച് സംഭാഷണം വളരെ നിയന്ത്രിക്കുക. ശത്രുക്കൾ മിത്രങ്ങളാകുന്ന സാഹചര്യം വന്നു ചേരും. ഏറ്റെടുക്കുന്ന ജോലിയൊക്കെ ഭംഗിയായി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. വസ്ത്ര വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കലാകാരന്മാർക്കും അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. ബന്ധുമിത്രാദികളുടെ സഹായത്താൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്തോടെ, കുടുംബപരദേവതയുടെ അനുഗ്രഹത്തോടെ ദിവസം കൂടുതൽ ശോഭനമായി തീരട്ടെ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര ബന്ധങ്ങളിൽ ചെറുകിട വ്യവസായമോ വൻകിട വ്യവസായമായോ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. വീട് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടും. രോഗികൾക്ക് രോഗശാന്തി വന്നു ചേരുന്ന ദിവസമാണ്. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വന്നു ചേരും. സന്താനങ്ങളാൽ മനസ്സംതൃപ്തി വരുന്ന ദിവസമാണ്. ശത്രുക്കളിൽ നിന്നും ഉപദ്രവം കുറയുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശം വർദ്ധിക്കും. ശത്രുഭയമൊക്കെ നിയന്ത്രണത്തിലാവും. വിശ്വസിക്കുന്നവരാൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസിക പ്രയാസങ്ങൾ മാറിക്കിട്ടും. ബന്ധുക്കളുമായി വ്യവഹാരങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃബന്ധുക്കളുമായിട്ട് വ്യവഹാര ബന്ധത്തിൽ വരാതിരിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ധനനഷ്ടവും അവഹേളനവും അനുഭവിക്കാതിരിക്കുവാൻ നന്നായി ദുർഗാദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക.
കുടുംബ സ്വത്തൊക്കെ കാര്യത്തിലൊക്കെ തർക്കങ്ങളുള്ളത് നിയന്ത്രണത്തിലാവും. സന്താനങ്ങൾ മൂലം സന്തോഷവും സമാധാനവും വന്നു ചേരും. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഓം നമോ നാരായണായ ജപിക്കുകയും ഓം നമഃ ശിവായ ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരും. മകരം രാശി. സ്വജനവിരഹത്താൽ ദുഃഖിക്കേണ്ടതായ സാഹചര്യം വരും. പ്രവർത്തന മണ്ഡലത്തിൽ വിജയ സാധ്യത കാണുന്നു. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിൻ്റെ ദിവസമാണ്. ശത്രുഭയമെല്ലാം മാറിക്കിട്ടും. ആകുലതകളെല്ലാം ഒരുവിധം മാറിക്കിട്ടുന്ന ദിവസമാണ്. ആരോഗ്യക്കുറവ് പരിഹരിക്കപ്പെടും. രോഗമുക്തി വന്നു ചേരും. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാവും. അതുപോലെ തന്നെ കൃഷി രംഗത്ത് വളർത്തുമൃഗങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മൂത്രാശയമായ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥയായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ഓം നമഃ ശിവായ ജപിക്കുമ്പോൾ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനത്തിന് വിവിധ മാർഗങ്ങൾ, ധന ആഗമനത്തിനായി പ്രത്യേക ഒരു പദ്ധതി തന്നെ തയ്യാറാക്കും. അടവുകളെല്ലാം കൃത്യമായി അടച്ചു തീർക്കുന്നതിനുള്ള ഒരു തത്രപ്പാടിലാണ്. അത് ഒരു പരിധിവരെയൊക്കെ വിജയസാധ്യതയിൽ എത്തിച്ചേരും. നിറവേറ്റാനാകാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാനസിക അസ്വസ്ഥത വരാതിരിക്കുവാൻ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകും. വളരെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ കലഹമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ആത്മനിയന്ത്രണവും നമഃശിവായ ജപിക്കുന്നതോടുകൂടി ആത്മനിയന്ത്രണം വന്നു ചേരുന്നതാണ്. ഉന്നതരുടെ പ്രശംസ ലഭിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. സജ്ജനങ്ങളുമായി വളരെ ഐക്യത്തിൽ പ്രവർത്തിക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനവും കീർത്തിയും പൊതുജന സമ്മതിയും വന്നു ചേരുന്ന ദിവസമാണ്. ക്ലേശപൂർണമായ പ്രവൃത്തികൾ ചെയ്യേണ്ടി വന്നാലും സാമ്പത്തിക ലാഭമുണ്ടാകും. കലാകാരന്മാർക്കും വ്യാപാരികൾക്കും അനുകൂലമായ സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക ഉയർച്ചയും ആത്മീയ ചിന്തകളും വളരും. എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിനായി രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുക, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക, ദുർഗാദേവി കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. മീനം രാശി. മീനം രാശിക്കാർക്ക് പിതൃസ്വത്തിനുള്ള അവസരം വന്നു ചേരും. പിതൃബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം വരുമെങ്കിലും അവസാനം സംഭാഷണത്തിലൂടെ ഒരു രമ്യതയിൽ എത്തിച്ചേരാൻ സാധിക്കും. സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും. ഉഷ്ണരോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനം വന്നു ചേരും. ദ്രവ്യലാഭവും പ്രതീക്ഷിക്കുക. ബന്ധുജനങ്ങളും അഭിപ്രായ ഐക്യം നിലനിർത്തുവാൻ ശ്രമിക്കും. ശത്രുത കൂടുമെങ്കിലും സദാ ഉൾഭയമൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ മാറ്റുന്നതിനായി ദുർഗാദേവി യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ദുർഗാദേവി ശരണം അഹം പ്രപദ്യേന്നോ അല്ലെങ്കിൽ കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കാരണം മീനത്തിൽ അശ്വതി ഭദ്രകാളി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അമ്മയുടെ അനുഗ്രഹം വന്നു ചേരും. മീനഭരണിക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി കൊണ്ടുപോകുവാനായി കിണഞ്ഞ് പരിശ്രമിക്കുന്നതാണ്. വിജയങ്ങൾ ഉണ്ടാകും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയുടെ നാമം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ അമ്മയുടെ ഈ ശ്ലോകം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിറയട്ടെ. ഓം നമഃ ശിവായ ജപിക്കുന്നതോടുകൂടി ഓം നമോ നാരായണായ ജപിക്കുന്നതോടുകൂടി ഉപാസനാമൂർത്തികളെ ഉപാസിക്കുന്നതോടുകൂടി എല്ലാവിധ കഷ്ടങ്ങളും മാറിക്കിട്ടും. ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് ദീപം തെളിച്ച് ഒരു പ്രത്യേക കാര്യം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തുവാൻ സാധിക്കും. അങ്ങനെ മാർച്ച് മാസത്തിൻ്റെ അവസാന ദിവസം
എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരു മാസത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം ഏറ്റവും ശോഭനമായി എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ വരുവാൻ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൊടുങ്ങല്ലൂർ അമ്മ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.